ശ്രീ എ സജീവൻ, കേരളത്തിൽ ഒരു വലിയ പാരഡൈം ഷിഫ്റ്റ് സംഭവിച്ചു കഴിഞ്ഞു നമ്മുടെ രാഷ്ട്രീയ ഭൂമികയിൽ. സാധാരണ നിലയിലെ തെരഞ്ഞെടുപ്പുകളിലെ മുഖ്യ തർക്ക വിഷയം എന്താണ്? ആരാണ് BJP-യെ പ്രതിരോധിക്കുന്നതിലെ ചാമ്പ്യൻ? ആരാണ് സംഘ് പരിവാറിനെ തടഞ്ഞു നിർത്തുന്നതിൽ മുഖ്യ റോൾ വഹിക്കുന്നത്? ആരുടെ BJP വിരുദ്ധതയാണ് ഏറ്റവും ഉത്തമം? ഇതായിരുന്നു പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ അത് നേരെ മാറിയോ? ഈ തരത്തിൽ ആർക്കാണ് വർഗീയതയുമായി ചർച്ച എന്ന നിലയിലേക്ക് ഒരു മാറ്റം സംഭവിക്കുന്നു? ഇത് എങ്ങനെ കാണണം? തീർച്ചയായിട്ടും നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ നേരത്തെ ഉണ്ടായിരുന്നത് BJP-യുമായിട്ട് ആരാണ് സഖ്യമുണ്ടാക്കുന്നത്? കോലീബി സഖ്യം ആയിരുന്നു. ആ സഖ്യമുണ്ടാക്കിയ കാലം മുതൽ അതിനുശേഷം ഉള്ള രാഷ്ട്രീയ രംഗത്തെ, തെരഞ്ഞെടുപ്പ് രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് മാറാറുള്ളത്. അവിടെ നിന്ന് മാറിയിട്ട് ഇത് പൂർണ്ണമായും മറ്റൊരു തരത്തിലേക്ക്, അതായത് BJP ഇപ്പോൾ ഈ സഖ്യത്തിനപ്പുറത്തേക്ക് അവർ സ്വയം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നൊരവസ്ഥയിലേക്ക് വന്നു. അതാണ് ഈ മാറ്റത്തിൻ്റെ പ്രധാന കാരണം. നേരത്തെയൊക്കെ BJP അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം, അല്ലെങ്കിൽ നമ്മൾ പച്ചയ്ക്ക് പറയുന്ന ഒരു വോട്ട് വിൽപ്പന രാഷ്ട്രീയം ഉണ്ടല്ലോ, അതാണ് ഈ ബേപ്പൂരും വടകരയിലൊക്കെ നമ്മൾ പറഞ്ഞത്. ആ രീതിയിൽ പറയുന്ന ഒരു സഖ്യം. BJP-ക്ക് അറിയാം അവർക്ക് 4%, 5% ഒക്കെ വോട്ടാണ് പലയിടത്തും ഉണ്ടായിരുന്നത്. ആ സമയത്തുണ്ടായിരുന്ന BJP അല്ല ഇപ്പോൾ. BJP-യുടെ നേതാവായിട്ടുള്ള BJP-യുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ പോലെ ഞങ്ങളും UDF-ഉം തമ്മിലാണ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അവർ പറയുന്ന ഒരു വീമ്പിളക്കലായിട്ട് പോലും നമുക്ക് പറയാം. എന്നാൽ പോലും ഏതാണ്ട് അവർക്കൊരു ആത്മവിശ്വാസം ചെറിയ രൂപത്തിലെങ്കിലും ഞങ്ങൾ ചില സ്ഥലങ്ങളിലെങ്കിലും ജയിക്കുമെന്നുള്ള ഒരു തോന്നലുണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് അറിയാവുന്ന പോലെ 19 മണ്ഡലങ്ങളിൽ അവർ നല്ല ശതമാനത്തിലും 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ നിൽക്കുന്ന പാർട്ടിയാണ്. കഴിഞ്ഞ അവിടെ ശ്രീ സജീവൻ ഈ പറഞ്ഞ 19 മണ്ഡലങ്ങളുണ്ടല്ലോ, അതായത് BJP 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ നിൽക്കുന്ന 19 മണ്ഡലങ്ങൾ, അതിൽ 14ലും വിന്നറായി ഇപ്പോൾ നിൽക്കുന്നത് LDF ആണ്. അപ്പോൾ LDF ശ്രമിക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ്. LDF-നെ സംബന്ധിച്ച് BJP-യെ പ്രതിരോധിക്കുക എന്നുള്ളത് ഏതർത്ഥത്തിലാണ്? ന്യൂനപക്ഷ വോട്ട് വാങ്ങിക്കുക എന്നുള്ളതിനപ്പുറത്ത് BJP-യിലേക്ക് പോയ ഭൂരിപക്ഷ വോട്ടുകൾ ഞങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരിക എന്ന സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യാണോ അവർ? അല്ല, അതാണ് അവർക്ക് പറ്റിയിട്ട് ഏറ്റവും വലിയ അബദ്ധമായിട്ട് ഞാൻ കാണുന്നത്. കാരണം 2021 അവർ കൃത്യമായിട്ട്, ഞാൻ പറഞ്ഞേ, ഈ സുന്നി ജമാഅത്തെ ഇസ്ലാമിയോടും NDF-നോടും കടുത്ത വിരോധമുള്ള സുന്നികളെ അവരെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാവുന്ന ചില തന്ത്രങ്ങൾ എടുത്തിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉമർ ഫൈസിയെ പോലുള്ള ആളുകൾ പരസ്യമായിട്ട് രംഗത്ത് വന്നിട്ട് മുഖ്യമന്ത്രിയെ പ്രകീർത്തിക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ അതുകൊണ്ടാണ് ഈ നേട്ടം ഉണ്ടാക്കിയത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെട്ടു പോകും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇത്തരം നിലപാടുകൾ എടുക്കുമ്പോണ്ടാവുന്ന ഒരു പ്രശ്നം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് തനി വർഗീയത പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ പ്രകീർത്തിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. അദ്ദേഹത്തെ ഒപ്പം കൂട്ടുന്നപ്പോൾ കാറിൽ അദ്ദേഹത്തെ കൂട്ടിയതിനോട് എനിക്ക് വിയോജിപ്പൊന്നുമില്ല. കാരണം ഒരാളെ കാറിൽ കൂട്ടിയെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമില്ല. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ഉത്തമ ശിഷ്യനാണ് എന്ന രൂപത്തിലൊക്കെ CPM-ൻ്റെ നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രശ്നമുണ്ട്. അദ്ദേഹം വർഗീയത മാത്രം, അദ്ദേഹത്തിൻ്റെ മഞ്ചേരി പ്രസംഗം നമുക്കറിയാം, തനി വർഗീയതയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. അതിനുശേഷമാണ് ഈ പ്രകീർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന എന്ത് തരത്തിലുള്ള തിരിച്ചടിയാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം അതിന് പകരം ഞാനതുകൊണ്ട് നേരത്തെ പറഞ്ഞു 2021 സ്ട്രാറ്റജി, അവിടെ 21 സ്ട്രാറ്റജി എന്ന് പറയുന്നത് മതനിരപേക്ഷതയാണ്. CPM LDF-ൻ്റെ മുഖമുദ്ര അത് കുറേ കാലമായിട്ട് അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ആ മതനിരപേക്ഷതയോടൊപ്പം അതേ ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷണം കൂടി ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന രീതിയിൽ ഉള്ളൊരു രീതി ചായ്വുണ്ടാക്കാൻ, അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിരുന്നു. ആ നേട്ടം അവർക്കുണ്ടായി. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഈ ഇല്ലാത്ത ഒരു ശക്തിയുമല്ലാത്ത മുസ്ലിം സംഘടനകളിൽ കാര്യമായ ഒരു ശക്തിയുമില്ലാത്ത ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അവരെ പർവ്വതീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രശ്നം അവർ വളരും, അവരാണ് ശരിയെന്ന് ഒരു വിഭാഗം മുസ്ലിങ്ങൾക്കെങ്കിലും തോന്നും. അങ്ങനെ ഉണ്ടാവുന്നൊരു പ്രശ്നമുണ്ട്. ഹിന്ദു വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ അത് തിരിച്ചടിയായിട്ട് മാറും. സ്വാഭാവികമായിട്ടും അതിന് പകരം തങ്ങൾ മതനിരപേക്ഷ പാർട്ടിയാണ് ഈ ന്യൂനപക്ഷത്തിന് പിന്തുണയ്ക്കാവുന്ന പാർട്ടിയാണ് എന്നുമുള്ള തോന്നൽ 21 അതേ നിലപാടാണ് എടുക്കേണ്ടത്. അത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയും LDF-ന് രക്ഷയുണ്ട്.